പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1947 നമ്മുടെ രാഷ്ട്രവിഭജന കാലത്ത് രണ്ടായി പിളർന്നു പോയ രണ്ട് രാജ്യങ്ങളാണല്ലോ ഇപ്പോഴത്തെ നമ്മുടെ ഭാരതം, അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഭരണഘടനയിൽ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ എഴുതി നൽകിയിട്ടുണ്ട്. എല്ലാ മതങ്ങൾക്കും ഇവിടെ സ്വാതന്ത്ര്യമുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടെ ആരാധന നടത്താൻ മാത്രമല്ല, അവരുടെ മതം പ്രചരിപ്പിക്കുവാനുള്ള അവകാശം പോലും ഭാരതത്തിലുണ്ട്. ഒരുപക്ഷെ മതന്യൂനപക്ഷങ്ങൾക്ക് ലോകത്തിൽ ഇത്രയുമധികം സ്വാതന്ത്ര്യം ലഭിക്കുന്ന മറ്റൊരു രാഷ്ട്രം ഭാരതം പോലെ ഉണ്ടാവുകയില്ല. പക്ഷേ നമ്മളിൽ നിന്നും അടർന്നു പോയ പാകിസ്ഥാനിലെ അവസ്ഥ എന്താണ്? അവിടെ മതന്യൂനപക്ഷങ്ങളുടെ എണ്ണം ഓരോ ദിവസവും കുറയുകയാണ്. ഇപ്പോൾ ഇതാ പാകിസ്ഥാനിലെ പാർലമെന്ററി കമ്മിറ്റി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്, വിവിധ കാലഘട്ടങ്ങളിലായി പാകിസ്ഥാനിൽ 1780ഓളം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു എന്നുള്ളതാണ്. ഗുരുദ്വാരകളുടെയും ക്ഷേത്രങ്ങളുടെയും കണക്കുകൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും ഇനിയും ശേഷിക്കുന്നത് കേവലം 37 എണ്ണം മാത്രമാണ് പാകിസ്ഥാനിൽ. ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടിലാണുള്ളത്. ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ തയ്യാറാണ്. ജിഷ്ണു, ഈ പാകിസ്ഥാനിൽ വ്യാപകമായി ഹിന്ദു ക്ഷേത്രങ്ങൾ, സിഖ് ഗുരുദ്വാരകൾ, ക്രിസ്ത്യൻ ചർച്ചുകൾ അത് തുടർച്ചയായി തകർക്കപ്പെടുകയാണ്. ഇസ്ലാമിസ്റ്റുകളാണ് ഇത് ചെയ്യുന്നത്. അത് 1947 നമ്മുടെ രാഷ്ട്രം വിഭജിക്കപ്പെട്ട കാലം മുതൽ തന്നെ അവിടെ മതന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണല്ലോ അവർ ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി എത്തിച്ചേർന്നത്. ഇപ്പോൾ ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്? 1780ഓളം ക്ഷേത്രങ്ങൾ വിവിധ കാലഘട്ടങ്ങളിൽ അവിടെ തകർക്കപ്പെട്ടു എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. പറയൂ ജിഷ്ണു. ഗൗതം, പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുവും സിഖും ക്രിസ്ത്യനും പാഴ്സിയും ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾ വളരെയധികം വിവേചനവും ക്രൂരമായിട്ടുള്ള അതിക്രമവും നേരിടുന്നു എന്നുള്ളത് പച്ചയായിട്ടുള്ള സത്യമാണ്. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ ഇപ്പോൾ പാകിസ്ഥാൻ്റെ തന്നെ പാർലമെന്ററി കമ്മിറ്റി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതിൽ ആരാധനാലയങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിഭീകരമാണ് അവസ്ഥ. നേരത്തെ 1817 ഹിന്ദു സിഖ് ആരാധനാലയങ്ങൾ, അതായത് ക്ഷേത്രങ്ങളും ഗുരുദ്വാരകളും ഉണ്ടായിരുന്നു. അതിൽ 1780 ക്ഷേത്രങ്ങളും തകർത്തു കഴിഞ്ഞു. നിലവിൽ 37 ആരാധനാ കേന്ദ്രങ്ങൾ മാത്രമാണ്, അതായത് ന്യൂനപക്ഷങ്ങളുടെ 37 ആരാധനാലയങ്ങൾ മാത്രമാണ്, ഹിന്ദു ക്ഷേത്രവും സിഖ് ഗുരുദ്വാരയുമായി 37 എണ്ണം മാത്രമാണ് പാകിസ്ഥാനിൽ ശേഷിക്കുന്നത് എന്ന് പാകിസ്ഥാന്റെ തന്നെ പാർലമെന്ററി കമ്മിറ്റി നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ഇതേ റിപ്പോർട്ടിൽ തന്നെ എന്താണ് പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംഭവിച്ചത് എന്നത് സംബന്ധിച്ചും പരാമർശമുണ്ട്. ആസൂത്രിത കൊലപാതകം, ഒപ്പം നിർബന്ധിത മതപരിവർത്തനം, തട്ടിക്കൊണ്ടുപോകൽ, ഇവയുമായി ബന്ധപ്പെട്ട് അതിക്രൂരമായിട്ടുള്ള വിവേചനവും അതിക്രമവും പാകിസ്ഥാനിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ നേരിട്ടു. അത് സംബന്ധിച്ച് നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ പാകിസ്ഥാന് തന്നെ പാർലമെന്ററി കമ്മിറ്റി ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. ഗൗതം തുടക്കത്തിൽ വ്യക്തമാക്കിയതുപോലെ ഭാരതമെന്ന നമ്മുടെ രാജ്യം എല്ലാ മതന്യൂനപക്ഷങ്ങൾക്കും ആരാധനാവകാശവും അവരുടെ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും നൽകുമ്പോൾ, ഇതേ ഭാരതത്തിൽ നിന്ന് വേർപെട്ടുപോയ പാകിസ്ഥാനിൽ ഇതേ മതന്യൂനപക്ഷങ്ങൾ, അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ, ഹിന്ദുവും സിഖും ക്രിസ്ത്യനും ഉൾപ്പെടെയുള്ള മതന്യൂനപക്ഷങ്ങൾ കൊടിയ പീഡനവും അവരുടെ ആരാധനാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നു, നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നു എന്നുള്ളതാണ് പാകിസ്ഥാന്റെ പാർലമെന്ററി കമ്മിറ്റി ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. നേരത്തെ ജനസംഖ്യാ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 47-ൽ വിഭജനത്തിന് മുൻപ് 14% മുകളിലായിരുന്നു പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യയെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിട്ടുള്ള സെൻസസ് റിപ്പോർട്ട് പ്രകാരം 2% മാത്രമാണ് പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ എത്തി നിൽക്കുന്നത്. അവിടെ ക്രിസ്ത്യൻ ജനസംഖ്യ 1% താഴേക്ക് പോയിരിക്കുന്നു. സിഖ് വിഭാഗവും അത്രയധികം ന്യൂനപക്ഷങ്ങളിൽ ന്യൂനപക്ഷമായി മാറുന്നു. അതായത് പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്ര ഇസ്ലാമിക ശക്തികളുടെ ഭരണത്തിൽ അവിടെ മുസ്ലിം ജനവിഭാഗത്തിന് മാത്രം ജീവിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേ സമാനമായിട്ടുള്ള സാഹചര്യം നിലവിൽ നമ്മുടെ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിലും അത്തരം കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകളും ചൂണ്ടിക്കാട്ടിയത്. അവിടെയും മതന്യൂനപക്ഷങ്ങൾ കൊടിയ പീഡനം നേരിടുകയും അവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു. ഈ 2 കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയുമ്പോൾ ചൂണ്ടിക്കാട്ടേണ്ടത് ഭാരതത്തിൻ്റെ പൗരത്വ നിയമ ഭേദഗതിയാണ്. നമ്മുടെ അഖണ്ഡ ഭാരതത്തിൽ നിന്ന് വേർപെട്ടുപോയ നിലവിലെ ഈ ആധുനിക ഭാരതത്തിൻ്റെ അയൽ രാജ്യങ്ങൾ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബംഗ്ലാദേശും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ മതപരമായിട്ടുള്ള വിവേചനവും കൊടിയ അതിക്രമവും നേരിട്ട് ഭാരതത്തിലേക്ക് എത്തുന്ന അഭയാർത്ഥികളായി എത്തുന്ന മതന്യൂനപക്ഷങ്ങൾക്ക് പൗരത്വം നൽകുന്നതിന് ചില ഇളവുകൾ ഭാരതം പൗരത്വ നിയമ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിരുന്നു. അതുപോലും വളച്ചൊടിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. രാജ്യത്തെ മുസ്ലിമുകളെ മുഴുവൻ പുറത്താക്കാനാണ് പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നത് എന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ട് രാജ്യത്തിനകത്ത് അന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടിയത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ഭാരതത്തിൻ്റെ പുത്രന്മാരെല്ലാം ഭാരതത്തിൻ്റെ പൗരന്മാരെല്ലാം തന്നെ ഭാരതത്തിന് പ്രിയപ്പെട്ടവരാണ് എന്നുള്ളതും ഒപ്പം പൗരത്വ നിയമ ഭേദഗതി അയൽ രാജ്യങ്ങളിൽ നിന്ന്
ന്യൂനപക്ഷങ്ങൾ മതപരമായി വിവേചനവും അതിക്രമവും നേരിട്ടുകൊണ്ട് ഭാരതത്തിലേക്ക് എത്തുന്നവർക്ക് അവരെ സഹായിക്കാനും അവർക്ക് പൗരത്വം നൽകുന്നതിൽ ചില ഇളവുകൾ നൽകാനുമാണ് ആ നിയമ ഭേദഗതി എന്ന് ചൂണ്ടിക്കാട്ടിയിരുന്ന ആ നിയമ ഭേദഗതിയുടെ പ്രാധാന്യം കൂടിയാണ് പാർലമെന്റിൽ, അതായത് പാകിസ്ഥാന്റെ പാർലമെന്ററി കമ്മിറ്റി അടക്കം ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. പാകിസ്ഥാനിൽ മതന്യൂനപക്ഷങ്ങൾ കൊടിയ വിവേചനവും അതിക്രമവും നേരിടുന്നു. ആരാധനാലയങ്ങൾ തകർക്കപ്പെടുന്നു. മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ തട്ടിക്കൊണ്ടുപോകലും ആസൂത്രിത കൊലപാതകവും നിർബന്ധിത മതപരിവർത്തനവും നടക്കുന്നു എന്ന് പാകിസ്ഥാന്റെ തന്നെ പാർലമെന്ററി കമ്മിറ്റിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജിഷ്ണു, എന്തായാലും കാര്യങ്ങൾ വ്യക്തമാണ്. പാകിസ്ഥാനിലെ ജനസംഖ്യയുടെ കണക്ക് തന്നെ ജിഷ്ണു സൂചിപ്പിച്ചത് കൃത്യമായ കാര്യങ്ങൾ, അവിടുത്തെ സാഹചര്യം എന്താണെന്ന് വിശകലനം ചെയ്യുന്നതാണ്. കാരണം 1947 രാജ്യം വിഭജിക്കപ്പെടുമ്പോൾ അവിടെ ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ ഉണ്ടായിരുന്നു, ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു, സിഖുകാരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പാകിസ്ഥാനിലെ ഹിന്ദു ജനസംഖ്യ എന്ന് പറയുന്നത് 1.8% മാത്രമാണ്. ക്രിസ്ത്യൻ ജനസംഖ്യ ഏതാണ്ട് 1% ഒതുങ്ങി നിൽക്കുന്നു. ബംഗ്ലാദേശിലെ സാഹചര്യവും മറ്റൊന്നുമല്ല. ബംഗ്ലാദേശിൽ 1947 കാലത്ത് 29% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇന്നിപ്പോൾ 8.9% എത്തി നിൽക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ബാക്കിയുള്ളവർക്ക് എന്തു പറ്റി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ലളിതമാണ്. കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമാക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ജിഷ്ണു കൃഷ്ണനാണ് ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്ന്. ഇനിയും